ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കന്യാർക്കായം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലൂടെയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഞാനൊരു ഇൻസ്റ്റാ റീൽ വഴിയാണ് ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റി അറിയുന്നത്. കണ്ടപ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നി. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ല. എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലെ വളരെ ഇടുങ്ങിയ റോഡുകളാണ് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ടുള്ളത്. പാറകളിൽ നിന്ന് പാറകളിലേക്ക് കയറാൻ കഴിയുന്നതും കുളിക്കാൻ കൂടുതൽ സൗകര്യങ്ങളുള്ളതുമാണ് കന്യാർക്കായത്തെ ഇഷ്ടകേന്ദ്രമാക്കുന്നത്. പാറക്കൂട്ടങ്ങളിൽ തട്ടി വെള്ളം ചിന്നിച്ചിതറി 100 അടിയോളം താഴ്ചയിലേക്ക് പതിക്കുന്ന മനോഹര കാഴ്ചകളാണ് കന്യാർക്കായം വെള്ളച്ചാട്ടത്തിന്. എന്നാൽ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ അധികം എത്താറില്ല. എണ്ണപ്പനത്തോട്ടത്തിനകത്തുള്ള വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അധികം ആർക്കും അറിവില്ല. അതുതന്നെ കാരണം എണ്ണപ്പനയ്ക്കിടയിലൂടെ വളരെ ഇടുങ്ങിയ റോഡായതിനാൽ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും. കന്യാർക്കായത്തിലേക്ക് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാറക്കൂട്ടങ്ങൾ അട്ടിയടിക്ക് അടിങ്ങിയിരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി എന്ന് തന്നെ പറയാം. വനങ്ങൾക്കിടയിൽ ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളം പൊതുവെ കുറവാണ്, കാരണം ഇപ്പോൾ ഉണക്ക സമയമാണല്ലോ. വലിയ വലിയ പാറകളാണ്. ഈ പാറകൾക്കിടയിലൂടെയാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകേണ്ടത്. വള്ളിച്ചെടികളും അതുപോലെ തന്നെ കാട്ടുവള്ളികളുമൊക്കെ ആയിട്ട് കൂടിപ്പിണഞ്ഞ് കിടക്കുന്നതിനിടയിലൂടെ ഈ വെള്ളം ഇങ്ങനെ തട്ടിത്തഴിഞ്ഞു പോകുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കന്യാർക്കായത്തിലെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് മുകളിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം താഴേക്ക് വന്ന് വീഴുന്ന ആ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. അല്ലൂനങ്ങ് മുകളിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ്. അങ്ങനെ ചേട്ടൻ അല്ലൂനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അത്യാവശ്യം സൂക്ഷിക്കേണ്ടതുണ്ട്, കാരണം പാറകളിലൊക്കെ വഴുക്കലുണ്ട്. മഴ പെയ്യുന്ന സമയമായതിനാൽ വഴുക്കലുണ്ട്. അധികം ആരാലും അറിയപ്പെടാത്ത ഒരു സ്ഥലമായതിനാൽ തന്നെ ഇവിടെ ആൾക്കാരും വളരെ കുറവാണ്. എന്നാൽ പോലും അത്യാവശ്യം കുറച്ച് പേർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു നേരത്ത് അവിടേക്ക് പോയിരുന്നത്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ ആരെയും കണ്ടിരുന്നില്ല. എന്നാൽ കുറച്ച് മുകളിലേക്ക് കയറിയപ്പോൾ വന്നവരെല്ലാം മുകളിലെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ മുകളിൽ കയറിപ്പോയതിന് ശേഷം ഇറങ്ങി വരികയായിരുന്നു. കൂറ്റൻ പാറക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ല ഈവനിങ് സ്പോട്ടാണ് കന്യാർക്കായം. നല്ലൊരു ഓഫ് റോഡ് യാത്രയെന്ന് തന്നെ പറയാം. കാരണം ബൈക്കിലായതുകൊണ്ട് പിന്നെ അതിൻ്റെ വൈബൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പാറകളിലൊക്കെ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ചയും വളരെ മനോഹരമാണ്. അല്ലുവിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകും. പിന്നെ അതിലിറങ്ങണം, കളിക്കണം, ആകെ ബഹളമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്, കാരണം നല്ല വഴുക്കലുണ്ട്. ചെറുതായിട്ട് ആൾ വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലകളൊക്കെ ഒഴുക്കി വിടുകയും പിന്നീട് അത് പറിച്ചിട്ട് പിന്നെയും മുകളിലോട്ട് എറിഞ്ഞിട്ട് അത് ഒഴുകി വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് ഈ വെള്ളത്തിൽ കളിക്കുന്നത്. കെട്ടുപിടഞ്ഞ വള്ളികളാണ് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ മറ്റൊരു ഭംഗി എന്ന് തന്നെ പറയാം. അതിനിടയിൽ കൂടെ നടന്നു കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഈ വള്ളികളെല്ലാം ചെറിയൊരു മുള്ളുണ്ട്. അല്ലുവിന് നീളക്കുറവായതുകൊണ്ട് അതിനിടയിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കുനിഞ്ഞൊക്കെ ഇറങ്ങണം, കാരണം ഈ വള്ളിച്ചെടികൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കൊണ്ടിട്ട് തലയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒന്ന് മുറിയൊക്കെ ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ മുള്ളുകളാണ് ഈ വള്ളികളുടെ അറ്റത്തുള്ളത്.
അവിടെ ഒരു അച്ഛനും മോനും വന്ന് താഴത്തെ ആ വെള്ളം വീഴുന്ന സ്പോട്ടിൽ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പ്രൈവസി പ്രശ്നം കൊണ്ടിട്ട് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അല്ലാതെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊരു ഓഫ് റോഡ് യാത്രയായിട്ട് വന്നതാണ്. ബൈക്കിലൊക്കെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. റീൽസിൽ കണ്ടതിനേക്കാൾ മനോഹരമായൊരു സ്ഥലമാണ് ചെന്ന് കണ്ടപ്പോൾ. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് അവിടെ ഇരിക്കാനായിട്ട്. നമ്മൾ പാറയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറിയാണ് പോയതെന്ന് തന്നെ പറയാം. കാരണം മുകളിലേക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ട്. താഴെ വന്നിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. വെള്ളം പൊതുവേ കുറവാണെങ്കിലും കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പ്ലേസ്. ഒരു 2 മണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ പോകാൻ തുടങ്ങുകയാണ്. കാരണം ഇരുട്ട് വീഴും മുമ്പ് ഓയിൽ പാം കഴിഞ്ഞ് കിട്ടണം. കാരണം ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടും ആൾതാമസം വളരെ കുറവായതുകൊണ്ടും നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വന്നതുകൊണ്ട് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് മടങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കായിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതും അതിനിടയിൽ കൂടെയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കും, വെള്ളം ഒഴുകി പോകുമ്പോഴുള്ള ആ കുഞ്ഞു കുഞ്ഞു സൗണ്ടുകളും, അതുപോലെ തന്നെ പക്ഷികളും അവരുടെ സൗണ്ടുകളും അണ്ണാനും കിളികളുമൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. തിരിച്ചു പോകുന്ന വഴിയിലും പാറകൾ കൂടി കിടക്കുന്നത് കാണുമ്പോൾ അല്ലുവിന് വീണ്ടും വീണ്ടും അതിലേക്ക് ഇറങ്ങണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അങ്ങനെ അജീഷൻ ഒരു വലിയ കൂറ്റൻ പാറയുടെ മുകളിൽ കയറ്റിയിട്ട് അങ്ങ് ദൂരെ വെള്ളം ഒഴുകി പോകുന്നത് കാണിച്ചു കൊടുക്കുകയാണ് അവന്. പോകാനിറങ്ങിയപ്പോഴാണ് അവൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് ചെയ്യണമെന്ന് പറയുന്നത്. ഡാൻസൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. അവൻ പുതിയ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോഴാണ് കാണുന്നത്. ഈ പാട്ടൊക്കെ ഇവൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമ്മളിപ്പോഴാണ് അറിയുന്നത്. ബൈക്ക് വെച്ചെടുത്ത് നിന്നും കുറച്ച് നടക്കാനുണ്ട് വാട്ടർഫോൾസിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ തിരിച്ച് നടന്ന് ബൈക്കിന് വെച്ച സ്പോട്ടിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
തിരിച്ചു പോകുമ്പോഴും ആ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ ഭംഗി ആസ്വദിച്ചാണ് പോകുന്നത്. ആ പാറകളിൽ തട്ടി വെള്ളം ഒഴുകുന്ന സൗണ്ട് അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മളിങ്ങനെ ബൈക്കിൽ കൂടെ പോകുമ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു ഫീലാണ്. എണ്ണപ്പനത്തോട്ടത്തിലൂടെയുള്ള ഈ ഒരു യാത്ര വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമും അതുപോലെ തന്നെ വെയിലൊക്കെ പോയിട്ട് ഒരു മങ്ങിയ കാലാവസ്ഥ കൂടിയാവുമ്പോൾ. അങ്ങോട്ട് പോകാൻ വഴി കുറച്ച് പേരോടൊക്കെ ചോദിക്കേണ്ടി വന്നു. കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും തിരിച്ചു വരാൻ എന്തായാലും കുഴപ്പമില്ല, വളരെ സിമ്പിളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇരുട്ട് വീഴും മുമ്പ് മടങ്ങുകയാണ്. ഇന്ന് എല്ലാവരോടും ബായ് പറയുന്നത് അല്ലൂസാണ്. അല്ലൂസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ എല്ലാവരോടും ബായ് പറയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് അവനാണ് ഇന്നത്തെ വീഡിയോയുടെ സൈനിങ് ഓഫ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.